ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം എന്നുള്ള പാർട്ട് 3 ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ലെസൺ ദി ട്രെയിനി ഷാൾ ബി ഏബിൾ ടു, ഈ ലെസൺ കഴിയുമ്പോഴേക്കും ട്രെയിനികൾ ഏബിൾ ആവും. ഒന്ന്, എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. രണ്ടാമത്തത് ഡിഫൈൻ ദി മാഗ്നറ്റിക് ടേംസ് ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട്. നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പഠിച്ചപ്പോൾ അതിൽ കുറേ ടേംസുകൾ, കറണ്ട്, EMF, റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്, അങ്ങനെ കുറേ ടേംസുകൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിലും കുറേ ടേംസുകളുണ്ട്. MMF, റിലക്റ്റൻസ്, ഫ്ലക്സ്, ഫീൽഡ് സ്ട്രെങ്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, പെർമിയബിലിറ്റി, റിലേറ്റീവ് പെർമിയബിലിറ്റി തുടങ്ങി. അപ്പോൾ അതിനെക്കുറിച്ചും ഇന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽ. മാഗ്നറ്റിക് മെറ്റീരിയലുകളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിനാൽ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയലുകളെ അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളെ നമ്മൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നു. ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ സസെപ്റ്റിബിലിറ്റി, ഈ സസെപ്റ്റിബിലിറ്റി എന്താണെന്നുള്ള അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കും. അപ്പോൾ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി, അത് ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. കണ്ടക്ടിവിറ്റി ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്നുള്ളതാണ്. പിന്നെ പെർമിയബിലിറ്റി, അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി μr ഈസ് മച്ച് ഹയർ ദാൻ യൂണിറ്റി. ഒന്നിനേക്കാൾ, യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ വളരെ കൂടുതലായിരിക്കും എന്ത് റിലേറ്റീവ് പെർമിയബിലിറ്റി. അതുപോലെ സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് ആയിരിക്കും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൽ. ഇനി അതിൻ്റെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിലെ എക്സാമ്പിളുകൾ ഏതൊക്കെ നോക്കാം. അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ ആൻഡ് ദെയർ അലോയ്സ്. അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ ആൻഡ് സ്റ്റീലുകളുടെ അലോയ്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് വരാവുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ചോദിക്കാൻ സാധ്യതയുള്ള ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്നാൽ എന്താണ്? സ്ട്രോങ്ലി അട്രാക്ട് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിനാൽ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങൾ. രണ്ടാമതായിട്ട് കൂടുതൽ വന്നിട്ടുള്ളത് അതിൻ്റെ എക്സാമ്പിൾ നിക്കൽ, കൊബാൾട്ട്, അയൺ, സ്റ്റീൽ ആൻഡ് ദെയർ അലോയ്സ്. ഇനി രണ്ടാമത്തത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ നോക്കാം. സ്ലൈറ്റ്ലി അട്രാക്ട് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിനാൽ കുറഞ്ഞ രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയലുകളെ നമ്മൾ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നു. ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്റ്റ് ആയിരുന്നു. ഇത് സ്ലൈറ്റ്ലി അട്രാക്ട് ബൈ മാഗ്നറ്റ് ആണ്. ഇവിടെയും സസെപ്റ്റിബിലിറ്റി പോസിറ്റീവാണ്. പക്ഷേ റിലേറ്റീവ് പെർമിയബിലിറ്റി സ്ലൈറ്റ്ലി ഹയർ ദാൻ യൂണിറ്റിയാണ്. നേരത്തെ മച്ച് ഹയർ ദാൻ ആയിരുന്നു. ഇവിടെ ഒന്നിനേക്കാൾ കുറഞ്ഞ രീതിയിൽ കൂടുതൽ ആയിരിക്കും റിലേറ്റീവ് പെർമിയബിലിറ്റി. സസെപ്റ്റിബിലിറ്റി പോസിറ്റീവ് തന്നെയാണ്. ഇനി അതിന് ഉദാഹരണങ്ങൾ അലൂമിനിയം, മാംഗനീസ്, പ്ലാറ്റിനം, കോപ്പർ തുടങ്ങിയവയാണ് ഉദാഹരണങ്ങൾ. അപ്പോൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്ട് ബൈ മാഗ്നറ്റ്. അതിൻ്റെ എക്സാമ്പിളുകൾ അലൂമിനിയം, കോപ്പർ, മാംഗനീസ്, പ്ലാറ്റിനം തുടങ്ങിയവയാണ്. ഇനി മൂന്നാമതായിട്ട് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി റിപ്പൾഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിനാൽ വികർഷിക്കുന്നു. ഇതുവരെ പറഞ്ഞൊക്കെ ഒന്ന് സ്ട്രോങ്ലി അട്രാക്ട്, സ്ട്രോങ് ആയിട്ട് ആകർഷിക്കും, പിന്നെ കുറച്ച് ആകർഷിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞാൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ സ്ലൈറ്റ്ലി റിപ്പൾഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിനാൽ വികർഷിക്കുകയാണ് ചെയ്യുക. കുറഞ്ഞ രീതിയിൽ വികർഷിക്കുന്ന മെറ്റീരിയലുകളെ നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നു. ഇതിൻ്റെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവായിരിക്കും. ആദ്യത്തെ രണ്ടിൻ്റെയും സസെപ്റ്റിബിലിറ്റി പോസിറ്റീവായിരുന്നു. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ സസെപ്റ്റിബിലിറ്റി നെഗറ്റീവാണ്. പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി മച്ച് ലെസ് ദാൻ യൂണിറ്റി, ഒന്നിനേക്കാൾ കുറവായിരിക്കും, കുറഞ്ഞ രീതിയിൽ കുറവായിരിക്കും എന്നുള്ളതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ എക്സാമ്പിളുകൾ ബിസ്മത്ത്, സൾഫർ, ഗ്രാഫൈറ്റ്, വുഡ്, പേപ്പർ, ഗ്ലാസ് തുടങ്ങിയവ. ബിസ്മത്ത്, സൾഫർ, ഗ്രാഫൈറ്റ്, വുഡ്, പേപ്പർ, ഗ്ലാസ് തുടങ്ങിയവയാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് ഉദാഹരണം. ഇതിൽ തന്നെ ബിസ്മത്താണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ബിസ്മത്താണ്. അപ്പോൾ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഫെറോ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി അട്രാക്റ്റഡ്, പാര എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ്, ഡയ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി റിപ്പൾഡ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിളുകളും ഓർത്തു വെക്കുക. ഇനി ഇതോടനുബന്ധിച്ച് തന്നെ പറയാനുള്ള
എന്താണ്, ദർ ഈസ് നോ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ പ്രോപ്പർലി കാൾഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഒരു മാഗ്നറ്റിക് അല്ലാത്തൊരു മെറ്റീരിയൽ എന്ന് പറയാൻ ഒരു സബ്സ്റ്റൻസും അങ്ങനെ പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത് എന്താണ്, ഇറ്റ് മേ ആൾസോ ബി നോട്ടഡ് ദാറ്റ് വാട്ടർ ഈസ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ വെള്ളം എടുത്താൽ അത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്, എയർ ആണെങ്കിൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഇങ്ങനെ ഏതൊരു സാധനം എടുത്താലും നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലാത്തൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ടർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഡയ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി റിപ്പൽഡ്, എയർ എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിക് ആണ്, പാര എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ്ലി അട്രാക്റ്റഡ്. ഇങ്ങനെ ഏതൊരു മെറ്റീരിയലും നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 3 തരത്തിൽ, പിന്നെ ഫെറോ, പാര, ഡയ, അത് ഓർത്ത് വെക്കുക. ഇനി മാഗ്നറ്റിക് സർക്യൂട്ട്, നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പഠിച്ചിരുന്നു. ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ലെ ഒരു ക്ലോസ്ഡ് പാത്താണ്, അതിലൂടെ കറണ്ട്, MMF, പിന്നെ EMF, പിന്നെ റെസിസ്റ്റൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നു. അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമ്മൾ പറഞ്ഞതാണ്, ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ ഫോളോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് പാത്താണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അതുപോലെ സിമിലർലി ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കാൾഡ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കറണ്ട് ആണെങ്കിൽ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് എന്നൊക്കെ നമ്മൾ പറയും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഇലക്ട്രിക് കറണ്ടിന് തുല്യമായിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിലെ സാധനമാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഫോളോ ചെയ്യാനുള്ള ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുക. ഇങ്ങനെ മാഗ്നറ്റിക് സർക്യൂട്ട് സാധാരണയായിട്ട് പിന്നെ ഹൈ പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഹൈ പെർമിയബിലിറ്റി ഉള്ള, അവിടെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കിയത് ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള, ആ കണ്ടക്ടിവിറ്റി അവിടെ കറണ്ടായിരുന്നു കടത്തിയിരുന്നത്, ഇവിടെ ഫ്ലക്സിനെ പിന്നെ കൂടുതൽ കടത്തി, അതിനാണ് പെർമിയബിലിറ്റി എന്ന് പറയുക. പെർമിയബിലിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഇവിടെ നോക്കുക, നമ്മൾ പിന്നെ ഒരു കോപ്പറിൻ്റെ ഒക്കെ വയർ എടുത്തിട്ട് ചുറ്റിയിട്ട് അതിൽ പിന്നെ കറണ്ട് കൊടുത്താൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാവും. അത് ഒഴുകാൻ ആവശ്യമായ ഒരു പാത്ത്, ഒരു ക്ലോസ്ഡ് പാത്ത്, അതിനെയാണ് നമ്മൾ പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുക. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ടും ഇലക്ട്രിക്കൽ സർക്യൂട്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന അടുത്തൊരു ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇപ്പോൾ നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ടേംസ് ആണ്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിലെ കറണ്ട്, EMF, പിന്നെ റെസിസ്റ്റൻസ്, ഇങ്ങനെ കുറേ ടേംസ് പറഞ്ഞതുപോലെ ഇതിൽ മാഗ്നറ്റിക് ടേംസ് ആണ് അടുത്തത് പറയുന്നത്. ഒന്നാമതായിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ടായിരുന്നു ആദ്യം പറഞ്ഞത്. അതുപോലെ അവിടെ കറണ്ടാണ് ഒഴുകുന്നതെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ഒഴുകുന്നത്. അവിടെ കറണ്ടിന് തുല്യമായ സാധനമാണ് മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സ്. ഇപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ദി എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു മാഗ്നറ്റിക് സോഴ്സിൽ നിന്നും, അത് എന്തായാലും ബാർ മാഗ്നറ്റ് ആവാം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആവാം, എന്താണെങ്കിലും ഒരു മാഗ്നറ്റിക് സോഴ്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുക. അപ്പോൾ ദി എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു മാഗ്നറ്റിക് സോഴ്സിൽ നിന്നും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുക. ഈ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, നമ്മൾ കറണ്ടിനെ ഡിനോട്ട് ചെയ്തതിന് I എന്ന് പറഞ്ഞ ലെറ്റർ ആയിരുന്നു. അതുപോലെ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഗ്രീക്ക് ഭാഷയിലുള്ള ഫൈ എന്ന് പറഞ്ഞ ലെറ്ററാണ്. ഫൈ എന്ന എഴുതൽ ഇങ്ങനെയാണ്, വായിക്കൽ ഫൈ. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞ ലെറ്ററിലാണ് മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ സൂചിപ്പിക്കുക. പിന്നെ ഇപ്പോൾ ഒരു 10 മാഗ്നറ്റിക് ലൈൻസ് കം ഔട്ട് ഓഫ് ദി നോർത്ത് പോൾ ഓർ എൻ്റർ ദി സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിൻ്റെ നോർത്തിൽ നിന്നും 10 ലൈൻസ് പുറപ്പെട്ട് അത് നോർത്തിലെത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഇസ് ഈക്വൽ ടു 10 ലൈൻസ് അല്ലെങ്കിൽ 10 മാക്സ്വെൽ എന്നാണ് അതിനെ പറയുക. 10 ലൈൻസ് അല്ലെങ്കിൽ 10 മാക്സ്വെൽ എന്നാണ് അതിൻ്റെ ഫ്ലക്സിനെ പറയുക. മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു 10 ലൈൻസ് ഓർ 10 മാക്സ്വെൽസ്. ഇനി മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബറാണ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബറാണ്. ഈ ഒരു വെബർ എന്ന് പറഞ്ഞാൽ 10⁸ ലൈൻസ് ഓർ മാക്സ്വെൽ ആണ്. ഒരു വെബർ എന്ന് പറഞ്ഞാൽ 10⁸ ലൈൻസ് അല്ലെങ്കിൽ മാക്സ്വെൽ. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഫൈ ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതിൻ്റെ SI യൂണിറ്റ് വെബറാണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ്.
പിന്നെ ഒരു വെബർ എന്ന് പറഞ്ഞാൽ 10⁸ മാക്സ്വെൽ ഓർ ലൈൻസ്. ഇനി നോക്കുക, ഫ്ലക്സ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് MMF ടു ദി റിലക്റ്റൻസ്. നമ്മൾ കറണ്ട് പഠിച്ചിരുന്നു. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ ഓംസ് ലോ പ്രകാരം I is equal to V/R എന്ന് പറഞ്ഞാൽ കറണ്ട് ഈസ് ഈക്വൽ ടു പിന്നെ MMF അല്ല EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വോൾട്ട് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഇവിടെ കറണ്ടിന് തുല്യമായ പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിലെ സാധനം എന്താ നമ്മൾ പറഞ്ഞു, എന്താണ്? ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതുപോലെ അവിടെ EMFന് തുല്യമായ മാഗ്നറ്റിക് സർക്യൂട്ടിലെ സാധനമാണ് MMF. EMFന് തുല്യമായ മാഗ്നറ്റിക് സർക്യൂട്ടിലെ പിന്നെ ടേംസ് ആണ് MMF. അതുപോലെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് തുല്യമായ മാഗ്നറ്റിക് പിന്നെ സർക്യൂട്ടിലെ റിലക്റ്റൻസ് സർക്യൂട്ടിലെ പിന്നെ ടേംസ് ആണ് റിലക്റ്റൻസ്. അപ്പോൾ അവിടെ കറണ്ട് ഈസ് ഈക്വൽ ടു EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു MMF ഡിവൈഡ് ബൈ റിലക്റ്റൻസ് ആണ്. ഇങ്ങനെയും നമുക്ക് ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്യാം. റേഷ്യോ ഓഫ് MMF ടു ദി റിലക്റ്റൻസ്, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു MMF ഡിവൈഡ് ബൈ റിലക്റ്റൻസ് എന്നുള്ള രീതിയിലും നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ഫ്ലക്സിനെ പറഞ്ഞു. ഇനി ഫ്ലക്സ് ഡെൻസിറ്റി എന്താണെന്നാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നുകിൽ ഇതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ്. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, ഫ്ലക്സ് പെർ ഏരിയ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റീനെ B എന്ന് പറഞ്ഞ സിമ്പിളാണ് നമുക്ക് കൊടുക്കുക. B ഫ്ലക്സ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡ് ബൈ ഏരിയ, മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡ് ബൈ ഏരിയ എന്നാണ് അത് കാണപ്പെടുക. B is equal to B എന്നാണ് അതിൻ്റെ ലെറ്റർ. പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ B ആണ്. അത് ഫ്ലക്സ് ഫൈ ഡിവൈഡ് ബൈ ഏരിയ, ഫൈ ഡിവൈഡ് ബൈ A എന്നുള്ള ഇക്വേഷനാണ് നമ്മളതിന് ഉപയോഗിക്കുക. ഇനി അതിൻ്റെ സിമ്പിൾ B ആണെന്ന് നമ്മൾ പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ സിമ്പിൾ B ആണ്. ഇനി യൂണിറ്റ് നോക്കുക, നമുക്ക് കണ്ടുപിടിക്കാം. ഫൈൻ്റെ അല്ലെ ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെബറാണ്. ഏരിയൻ്റെ നമുക്കറിയാം മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബറാണ്, ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതറിയുമെങ്കിൽ എന്നാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ഫ്ലക്സിൻ്റെ വെബറാണെന്നും ഏരിയൻ്റെ മീറ്റർ സ്ക്വയർ ആണെന്നും അറിയാമെങ്കിൽ നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിൻ്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് അറിയാം. അല്ലെങ്കിൽ ഒന്നെങ്കിൽ വെബർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല, ഈ രണ്ടെണ്ണം ഓർത്ത് വെക്കണം. വെബർ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ടെസ്ല. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അതിന് കാണാനുള്ള ഇക്വേഷൻ B is equal to ഫൈ ഡിവൈഡ് ബൈ A, ഫ്ലക്സ് ഡിവൈഡ് ബൈ ഏരിയ. അതിൻ്റെ യൂണിറ്റ് വെബർ പെർ മീറ്റർ സ്ക്വയർ, B എന്നാണ് അതിൻ്റെ സിമ്പിൾ, അല്ലെങ്കിൽ ടെസ്ല. ഇനി പെർമിയബിലിറ്റി അല്ലെ, പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ കണ്ടക്ടിവിറ്റിക്ക് തുല്യമാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കടത്തിവിടാൻ. ഇവിടെ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ കണ്ടക്ട് ചെയ്യാനും വേണ്ടിയുള്ള മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി, അതിനാണ് പെർമിയബിലിറ്റി എന്ന് പറയുക. ആ കണ്ടക്ടിവിറ്റി ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്, അതാണ് പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ കണ്ടക്ട് ചെയ്യാൻ. ഇവിടെ പെർമിയബിലിറ്റി ഗ്രേറ്റർ ദി പെർമിയബിലിറ്റി കൂടുകയാണെങ്കിൽ ഗ്രേറ്റർ ദി കണ്ടക്ടിവിറ്റി കൂടുകയും ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. പെർമിയബിലിറ്റി കുറയുകയാണെങ്കിൽ ആൻഡ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി കുറയുകയാണെങ്കിൽ നേരെ തിരിച്ചും, പെർമിയബിലിറ്റി കുറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കുറയുകയും ചെയ്യും. ഇവിടെ എയർ ഓർ വാക്വം ഈസ് ലോവസ്റ്റ് കണ്ടക്ടർ ഓഫ് ദി മാഗ്നറ്റിക് ഫ്ലക്സിനെ ഏറ്റവും കുറവ്, ലോവസ്റ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞത് മാഗ്നറ്റിക് ഫ്ലക്സിനെ കടത്തിവിടുന്നത് ഏറ്റവും കുറവ് എയർ അല്ലെങ്കിൽ വാക്വം ആണ്. ഇനി നോക്കാം അതിനോടനുബന്ധമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ പെർമിയബിലിറ്റി കണ്ടുപിടിക്കാൻ. എവരി മീഡിയം ഈസ് സപ്പോസ്ഡ് ടു പൊസസ് 2 പെർമിയബിലിറ്റി. ഏതൊരു മീഡിയവും 2 പെർമിയബിലിറ്റിയെ കൈവരിക്കും. ഏതൊക്കെയാണ് പെർമിയബിലിറ്റി? ഒന്ന് അബ്സല്യൂട്ട് പെർമിയബിലിറ്റി μ0, എന്നാണ് ഇതിൻ്റെ ലെറ്റർ പെർമിയബിലിറ്റിക്ക് കൊടുക്കുക. അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആകുമ്പോൾ μ0 എന്നും. രണ്ടാമത്തെ 2 പെർമിയബിലിറ്റി കൈവരിക്കും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr, റിലേറ്റീവ് എന്നുള്ളതിൻ്റെ R, പിന്നെ പെർമിയബിലിറ്റി μr. അങ്ങനെ 2 പെർമിയബിലിറ്റി, ഒന്ന് അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയും 2 റിലേറ്റീവ് പെർമിയബിലിറ്റി ഏതൊരു മീഡിയവും കൈവരിക്കും. ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി വാക്വം ഓർ ഫ്രീ സ്പേസ് ഈസ് ചോസൺ ആസ് എ റെഫറൻസ് മീഡിയം. ഒരു റെഫറൻസ് മീഡിയമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് വാക്വത്തിനെ അല്ലെങ്കിൽ എയറിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുക.
ഈ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം, എയറിൻ്റെയോ അല്ലെങ്കിൽ വാക്വത്തിൻ്റെയോ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. ഇവിടെ 2 ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം എത്രയാണ്? 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഇവിടെ യൂണിറ്റ് ഏതാണ്? ഹെൻറി പെർ മീറ്റർ ആണ്. ഈ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കുക. രണ്ടാമത്തത്, റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം, ഏറ്റവും കുറവ് പെർമിയബിലിറ്റി ഉള്ള സാധനം നമ്മൾ പറഞ്ഞു എയർ ഓർ വാക്വം ആണ്. അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ റിലേറ്റീവ് പെർമിയബിലിറ്റിക്ക് യൂണിറ്റ് ഇല്ല, ഇറ്റ് ഹാസ് നോ യൂണിറ്റ്, ഇറ്റ് ഈസ് എക്സ്പ്രസ് ആസ് എ മർ നമ്പർ, നമ്പറിലാണ് പറയുക. അപ്പോൾ ഓർത്ത് വെക്കുക, റിലേറ്റീവ് പെർമിയബിലിറ്റി യൂണിറ്റ് ഇല്ല, ഏറ്റവും കുറവ് പിന്നെ എയർ ഓർ വാക്വത്തിനാണ് 1 ആണ്. അപ്പോൾ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം, ഈ അബ്സല്യൂട്ട് പെർമിയബിലിറ്റിൻ്റെ യൂണിറ്റ് ഹെൻറി പെർ മീറ്റർ ആണ്. അത് എയർ ഓർ വാക്വത്തിൻ്റെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ 4π × 10⁻⁷ ആണ്. ഇനി നോക്കുക, ഇപ്പോൾ എയർ ഓർ വാക്വത്തിൻ്റെ ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എനി മീഡിയം, വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതർ ദാൻ എയർ ഓർ വാക്വം ഈസ് ഗ്രേറ്റർ ദാൻ μ0. എന്താണ്? ഏറ്റവും കുറവ് നമ്മൾ പറഞ്ഞു എയർ ഓർ വാക്വത്തിനായിരിക്കും. അപ്പോൾ അതിലും കൂടുതലായിരിക്കും എന്ത്? അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് വേറെ ഏത് മീഡിയത്തിൻ്റെയും അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വത്തിനേക്കാൾ μ0 കൂടുതലായിരിക്കും. ഇനി നോക്കുക, നമ്മളെ കാണാൻ ഈ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എനി മീഡിയം, വേറെ ഏതെങ്കിലും ഒരു മീഡിയത്തിനെ പറഞ്ഞ പേരാണ് മ്യൂ. ഏതെങ്കിലും ഒരു മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വത്തിൻ്റെ അല്ലാത്ത വേറൊരു മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി കാണാൻ μ = μ0 × μr. μ0 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം. ഇവിടെ പറയുന്നുണ്ട് μ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഏതൊരു മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആണോ കാണേണ്ടത്, അതാണ് μ എന്ന് പറയുന്നത്. ഇനി μ0 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് എയർ ഓർ വാക്വം. ഇനി μr എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഏത് മെറ്റീരിയലിൻ്റെ ആണോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ് μr എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഓർ വാക്വത്തിൻ്റെ അല്ലാത്ത അബ്സല്യൂട്ട് പെർമിയബിലിറ്റി നമ്മൾ കാണണമെങ്കിൽ ഇക്വേഷൻ μ = μ0 × μr. μ0 എന്ന് പറഞ്ഞാൽ 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. μr എന്ന് പറഞ്ഞാൽ ഏത് സാധനത്തിൻ്റെ ആണോ നമുക്ക് കാണേണ്ടത് അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ്. റിലേറ്റീവ് പെർമിയബിലിറ്റി എയറിൻ്റെ ആണ് കാണേണ്ടതെങ്കിൽ 1 ആണ്, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ മുകളിലായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മൈക്കൻ്റെ ആണ് കാണുന്നത്, മൈക്ക എന്നുള്ളതിൻ്റെ ആണ് കാണണമെങ്കിൽ 6 ആണ്. അപ്പോൾ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇനി നോക്കുക, ഇതോടനുബന്ധമായിട്ടുള്ള വേറൊരു കാര്യമാണ് ഫ്ലക്സ് ഡെൻസിറ്റി. നമ്മൾ പറഞ്ഞു ബി അല്ലേ, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. ഫ്ലക്സ് ഡെൻസിറ്റി ബി പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച്. അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റൈസിങ് ഫോഴ്സ് അതെന്താണെന്നുള്ള നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്? അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? ഫ്ലക്സ് ഡെൻസിറ്റി. ഫ്ലക്സ് ഡെൻസിറ്റി ബി എന്ന് പറയുന്നത് അപ്ലൈഡ് മാഗ്നറ്റൈസിങ് ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഗ്രേറ്റർ ദി മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൂടുകയാണെങ്കിൽ എന്തും കൂടും? ഗ്രേറ്റർ ദി ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. അതുപോലെ തന്നെ ആൻഡ് വൈസ് വേഴ്സ, നേരെ തിരിച്ചും എന്ന് പറഞ്ഞാൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കുറയുകയാണെങ്കിൽ എന്ത് കുറയും? ഫ്ലക്സ് ഡെൻസിറ്റി കുറയുകയും ചെയ്യും. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്ലക്സ് ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് എന്ന് എഴുതാം. ഫ്ലക്സ് ഡെൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച്. അപ്പോൾ ഈ പിന്നെ പ്രൊപ്പോർഷണൽ ഒഴിവാക്കിയിട്ട് നമ്മളൊരു ഈക്വൽ ടു കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരും? ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻ്റാണ് മ്യൂ. ബി = μh. അപ്പോൾ നോക്കുക, അപ്പോൾ മ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? പെർമിയബിലിറ്റിയാണ്. ബി = μh എന്നുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ബി പ്രൊപ്പോർഷണൽ ടു എച്ച്. ഈ പ്രൊപ്പോർഷൻ ഒഴിവാക്കി ഈക്വൽ വരുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും. ആ കോൺസ്റ്റൻ്റാണ് മ്യൂ. ബി = μh അല്ലെങ്കിൽ B/H = μ. അപ്പോൾ ഈ പെർമിയബിലിറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ മ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ്? ആ കോൺസ്റ്റൻറ്റ് മ്യൂ എന്ന് പറഞ്ഞാൽ കാണാനുള്ള വേറൊരു ഇക്വേഷൻ ബി ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ /H ആവും. ഇവിടെ ഇൻറ്റു ആകുമ്പോൾ ഈക്വൽറ്റിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? / ആവും. B/H = μ. ഇങ്ങനെ ഒരു ഇക്വേഷനും നമുക്ക് കിട്ടും. മ്യൂ കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞു μ0 × μr ആണ്.
വേറൊരു ഇക്വേഷൻ എന്താണ് മ്യൂ ഈക്വൽ ടു ബി ബൈ എച്ച് എന്നുള്ളൊരു ഇക്വേഷനും കാണാം. അതുകൊണ്ടാണ് മ്യൂന് ബീങ് എ റേഷ്യോ, ഒരു റേഷ്യോ ആയതിനാൽ ഇറ്റ് ഇസ് എ നോ യൂണിറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു അതിന് റിലേറ്റീവ് പെർമിറ്റിവിറ്റി യൂണിറ്റ് ഇല്ല. എക്സ്പ്രസ് മെർ നമ്പർ, ഒരു നമ്പറിലാണത് പറയുക. അപ്പോൾ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആണെങ്കിൽ അത് എന്താണ് ഹെൻറി പെർ മീറ്റർ ഉണ്ട്. എന്താണ് ഇവിടെ നമ്മൾ എന്താണ് പെർമിയബിലിറ്റി ആണെങ്കിൽ അതിന് യൂണിറ്റ് ഇല്ല. ദി റേഷ്യോ ഓഫ് ബി ബൈ എച്ച് ഇൻ എ മെറ്റീരിയൽ ഈസ് ആൾവേസ് കോൺസ്റ്റൻറ്റ്, എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് നമ്മൾ ഈക്വൽ ടു ദി അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിൻ്റെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്നാണ് അതിനെ പറയുക. ഒബ്വിയസ്ലി ബി ഈക്വൽ ടു അല്ലേ, ഇവിടെ ഈ ഇക്വേഷൻ നോക്കുക, ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച് എന്നാണ്. അതിനെ ഒരു വേറൊരു മീഡിയത്തിൻ്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ഇൻറ്റു എച്ച്. അതിൻ്റെ കാരണം മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ഇൻറ്റു എച്ച് നമ്മൾ പറഞ്ഞു എന്നാണ്. മ്യൂ കാണാനുള്ള ഇക്വേഷൻ മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ഇൻറ്റു എച്ച് ആയിരിക്കും വേറെ ഏതെങ്കിലും മീഡിയമാണ്. ഇനി എയറിൻ്റെ ആണെങ്കിൽ, എയർ അല്ലെ വാക്കത്തിൻ്റെ ആണെങ്കിൽ മ്യൂ 0 ഇൻറ്റു എച്ച് എന്ന് മാത്രം മതി. കാരണം എന്താ, മ്യൂ ആർ എന്ന് പറഞ്ഞത് 1 ആണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 കൊണ്ട് ഗുണിച്ചാൽ മ്യൂ 0 തന്നെ കിട്ടും. അതുകൊണ്ട് മ്യൂ 0 ഇൻറ്റു എച്ച് എന്ന് മാത്രം മതി. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. പിന്നെ മ്യൂ കാണാനുള്ള രണ്ട് ഇക്വേഷൻ, ഒന്ന് മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ, രണ്ടാമത്തത് ബി ബൈ എച്ച്. അതുപോലെ തന്നെ പിന്നെ ഫ്ലക്സ് ഡെൻസിറ്റി കാണാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു, 5 ബൈ എ എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഫ്ലക്സ് ഡെൻസിറ്റി വേറെ കാണാനുള്ള ഒരു ഇക്വേഷൻ ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്, മ്യൂ ഇൻറ്റു എച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. ഇനി അടുത്തത് എം എം എഫ്. ഇത് ഇ എം എഫിന് ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഇ എം എഫിന് തുല്യമാണ്. പിന്നെ മാഗ്നറ്റിക് സർക്യൂട്ടിലെ എം എം എഫ്, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്. അവിടെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആയിരുന്നു, ഇവിടെ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് ആണ്. എന്താണ് മാഗ്നെറ്റോ ഫോഴ്സ്? ദി ഫോഴ്സ് വിച്ച് ഡ്രൈവ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ മാഗ്നറ്റിക് സർക്യൂട്ട്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക്സ് എം എം എഫ്, മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്. അവിടെ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് കോസസ് കറണ്ട് ടു ഫ്ലോ. കറണ്ട് ഫ്ലോ ചെയ്യാൻ ആവശ്യമായ ഫോഴ്സിനായിരുന്നു. ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്ലോ ചെയ്യാൻ, മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്രൈവ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ ആവശ്യമായ ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഈസ് കറസ്പോണ്ട് ടു ദി ഇ എം എഫ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ഇ എം എഫിന് കറസ്പോണ്ടൻ്റ് ആണ്. ഈ എം എം എഫ് കാണാൻ ഇക്വേഷൻ എങ്ങനെ കണ്ടു? എം എം എഫ് ഈസ് ഈക്വൽ ടു ദി പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസ്. കുറേ ചുറ്റുകളുള്ള ഒരു കോയിൽ നമ്മൾ ഉണ്ടാക്കി, എന്നിട്ട് അതിലൂടെ ഒരു ബാറ്ററി വഴി കറണ്ട് കൊടുത്തു, അവിടെ ഒരു അമ്മീറ്റർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിങ്ങനെ കൊടുത്ത ഒരു സാധനത്തിന് നമുക്ക് എം എം എഫ്, അതിൻ്റെ എം എം എഫ് മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ് കാണണമെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് കറണ്ട്, ഇവിടെയുള്ള കറണ്ട് കാണാം, പിന്നെ നമ്പർ ഓഫ് ടേൺസ്, ഈ നമ്പർ ഓഫ് ടേൺസ് എത്ര ഉണ്ടെന്ന് എണ്ണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എം എം എഫ് കാണാൻ പറ്റും. എം എം എഫ് കാണാനുള്ള ഇക്വേഷൻ എൻ ഇൻറ്റു ഐ, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട്. എം എം എഫ് എന്ന് പറഞ്ഞാൽ മാഗ്നെറ്റോ മോട്ടീവ് ഫോഴ്സ്, എൻ ഐ എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ആംബിയർ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്. അപ്പം എം എം എഫ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്, അല്ലെങ്കിൽ പിന്നെ എൻ ഇൻറ്റു ഐ, എന്നാണ് നമ്പർ ഓഫ് ടേൺസ്, കറണ്ട് ഇൻറ്റു ഐ. എം എം എഫിൻ്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് ആണ്. ഇവിടെ നോക്കുക, കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, ഈ നമ്പർ ഓഫ് ടേൺസ് എന്നുള്ള ടേൺസ്, ആംബിയർ ടേൺസ് എന്നുള്ളതാണ് എം എം എഫിൻ്റെ യൂണിറ്റ്. അപ്പോൾ എം എം എഫ് കാണാനുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക, എന്താണ്? എൻ ഇൻറ്റു ഐ അല്ലെങ്കിൽ ഐ ഇൻറ്റു എൻ, എങ്ങനെയാലും വേണ്ടില്ല. പിന്നെ അതിൻ്റെ യൂണിറ്റ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, ടേൺസിൻ്റെ അല്ലേ ചുറ്റുകൾ എന്നാണ് ടേൺസ്. ടേൺസ് എന്ന് പറഞ്ഞാൽ ചുറ്റ്, എത്ര നമ്പർ ഉണ്ടോ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടേൺ. അപ്പോൾ ആംബിയർ ടേൺസ് എന്നുള്ളതാണ് എം എം എഫിൻ്റെ യൂണിറ്റ്. ഇനി എം എം എഫ്, ഈ ഒരു കോയിൽ 100 ടേൺസ് ഉണ്ടെങ്കിൽ അതിലൂടെ കൊടുക്കുന്ന കറണ്ട് 1 ആംബിയറും ആണെങ്കിൽ അതിന് നമുക്ക് 100 ആംബിയർ ടേൺസ് എം എം എഫ് ഉണ്ടെന്ന് പറയാം. ഒരു അല്ലേ 100 ടേൺസ് ഉണ്ട്, 100 ടേൺസ് ആണ്, അതിലൂടെ ഒഴുകുന്ന കറണ്ട് 1 ആംബിയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ എം എം എഫ് എന്ന് പറയുന്നത് 100 ആംബിയർ ടേൺസ് ആയിരിക്കും. ഇനി നമുക്ക് എം എം എഫിന് നമുക്ക് നേരത്തെ ഇ എം എഫിന് നമുക്ക് ഇ എം എഫ് സീക്വൽ അല്ലേ വി സീക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ നമുക്ക് കാണാം. പിന്നെ എന്താണ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇവിടെ ഐക്ക് പകരം ഫ്ലക്സ് ആണ്, അവിടെ ആറിന് റെസിസ്റ്റൻസിന് പകരം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇവിടെ റിലക്റ്റൻസ് ആണ്. അപ്പോൾ എം എം എഫ് സീക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ്. എം എം എഫ് ഈസ് ആൾസോ ഡിഫൈൻഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് ഫ്ലക്സ് ആൻഡ് റിലക്റ്റൻസ്. ഫ്ലക്സിൻ്റെയും റിലക്റ്റൻസിൻ്റെയും പ്രൊഡക്റ്റാണ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? എം എം എഫിനെ ഡിഫൈൻ ചെയ്യാം. എം എം എഫ് സീക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് എന്നുള്ള ഒരു ഡെഫിനിഷൻ കൂടി നമുക്ക് കൊടുക്കാം. ഇനി നോക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ. ദി എമൗണ്ട് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി സെറ്റപ്പ് ഇൻ ദി കോർ. ഒരു കോറിൽ ഫ്ലക്സ് ഡെൻസിറ്റി
സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ അളവ് ഡിപ്പെൻഡ് അപ്പോൺ 5 ഫാക്ടേഴ്സ്, 5 ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസ് ആണ്. ആ മാഗ്നറ്റിക് ലൈൻസിൻ്റെ പെർ യൂണിറ്റ് ഏരിയ അതിനാണ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുക. അപ്പോൾ എന്താണ് ഈ മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാക്കേണ്ട അളവ്, ഒരു കോറിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കേണ്ട അളവ് ഡിപ്പെൻഡ് ചെയ്യുന്ന 5 ഫാക്ടറുകളുണ്ട്. 1 കറണ്ട്, 2 നമ്പർ ഓഫ് ടേൺസ്, 3 മെറ്റീരിയൽ, ഏത് മെറ്റീരിയലാണ് മാഗ്നറ്റിക് കോറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, 4 കോറിൻ്റെ ലെങ്ത്ത്, 5 ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി കോർ, കോറിൻ്റെ ഏത് എന്തുമേലാണോ ചുറ്റിയത് അതാണ് കോർ. എയർ കോർ ഉണ്ടാവാം, അല്ലെങ്കിൽ അയൺ കോർ ഉണ്ടാവാം, അങ്ങനെ എന്തുമേലാണോ ചുറ്റിയത് അതാണ് കോർ എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയും, ഇങ്ങനെ 5 കാര്യങ്ങൾ. 1 കറണ്ട്, നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണം, പിന്നെ മെറ്റീരിയൽ, മെറ്റീരിയൽ കൊണ്ടാണ് കോർ ഉണ്ടാക്കിയത്, എയർ ആണോ അയൺ ആണോ, എന്ത് സാധനം കൊണ്ടാണ് മെറ്റീരിയൽ ഉണ്ടാക്കിയത്, പിന്നെ അതിൻ്റെ കോറിൻ്റെ ലെങ്ത്ത്, പിന്നെ കോറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. മോർ കറണ്ട് ദി മോർ ടേൺസ്, കൂടുതൽ കറണ്ടും കൂടുതൽ ടേൺസും ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ദി ഗ്രേറ്റർ വിൽ ബി ദി മാഗ്നറ്റൈസിങ് എഫക്റ്റ്. ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും ഉണ്ടാവുക, മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് എഫക്റ്റ് കൂടുതലായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് 100 ടേൺസ് ഉള്ള 1 ആംപിയർ കറണ്ട് ഒഴുകും, ഒന്നിൽ 100 ടേൺസ് ആണ്, മറ്റേ 200 ടേൺസ് ആണ്. 1 ആംപിയർ കറണ്ടാണ് രണ്ടിലും ഒഴുകണമെങ്കിൽ. ഇതിൽ 100 ടേൺസ് ആണെങ്കിൽ ലെസ് മാഗ്നറ്റിക്സ് ആയിരിക്കും ഉണ്ടാവുക. ദി നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ അഫക്റ്റ് മാഗ്നറ്റിക് സ്ട്രെങ്ത്. നമ്പർ ഓഫ് ടേൺസ് മാഗ്നറ്റിക് സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യും. എങ്ങനെയാണ്? മോർ ടേൺസ് ഓഫ് വയർ ഓൺ ദി കോയിൽ മീൻസ് മോർ മാഗ്നറ്റൈസിങ് ഫോഴ്സ്. കൂടുതൽ ചുറ്റുകളുണ്ടെങ്കിൽ കൂടുതൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഉണ്ടാവും. എത്ര? മോർ ട്വൈസ് ആസ് മച്ച്, ഇതിൻ്റെയേക്കാൾ ഇരട്ടി. എന്ന് പറഞ്ഞാൽ 100 ടേൺസ്, 1 ആംപിയർ ആണ് രണ്ടിലും ഒഴുകുന്നതെങ്കിലും 100 ടേൺസ് ഉള്ള ഒരു സർക്യൂട്ടിൽ, അതുപോലെ 200 ടേൺസുള്ള ഒരു സർക്യൂട്ടും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ 100 ടേൺസ് ഉള്ളതിനേക്കാൾ ഇരട്ടി മാഗ്നറ്റിസം എന്തിലുണ്ടാവും? 200 ടേൺസ് ഉള്ളതിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിയാൽ എന്ത് ചെയ്യാം? നമുക്ക് മാഗ്നറ്റൈസിങ് ഫോഴ്സ് കൂട്ടാം, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫ്ലക്സ് ഒക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റിസം കൂട്ടാനുള്ള ഒരു മാർഗം നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക. ഇനി നോക്കുക, രണ്ടിൻ്റെയും 100 ടേൺസ് ആണ്, രണ്ടും 100 ടേൺസ് ആണ്. നമ്മൾ കറണ്ട് കൂട്ടി, ഒന്നിൽ 1 ആംപിയറും ഒന്നിൽ 2 ആംപിയറും. 1 ആംപിയറുള്ളത് ലെസ് മാഗ്നറ്റിക്സ് ആയിരിക്കും. ഡബിൾസ് ദി കറണ്ട് ത്രൂ എ കോയിൽ വിൽ ഡബിൾസ് ദി മാഗ്നറ്റിസം ഇൻ ദി കോയിൽ. കോയിലിൽ നമ്മൾ 1 ആംപിയറിൽ ഡബിൾ ചെയ്തു, 2 ആംപിയർ ആക്കിയാൽ അതിൻ്റെ മാഗ്നറ്റിസവും ഡബിൾ ചെയ്യും. ഒരേ ടേൺസ് ആണെങ്കിലും കറണ്ട് കൂട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റിസം ഡബിൾ ചെയ്ത്. ദി എമൗണ്ട് ഓഫ് കറണ്ട് അഫക്ട്സ് ദി മാഗ്നറ്റിക് സ്ട്രെങ്ത്, മാഗ്നറ്റിക് സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? കറണ്ടിൻ്റെ അളവ് കൂട്ടിയാലും ഡബിൾ ചെയ്യും, അല്ലെ? ഡബിൾ ആക്കിയാൽ ഡബിൾ ചെയ്യും. ഇനി എന്താണ്? ഈ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ട്രെങ്ത്, മാഗ്നറ്റിസം കൂട്ടാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്ത റിലക്റ്റൻസ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിന് ഈക്വൽ ആണ് ഇവിടെ റിലക്റ്റൻസ്. എന്താണ് റിലക്റ്റൻസ് നോക്കാം. ദി പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദി ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. അവിടെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനാണ് ഒപ്പോഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിനെ പറഞ്ഞ പേരാണ് അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ വിച്ച് ഒപ്പോസ് ദി ക്രിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ക്രിയേഷനെ ഒപ്പോസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിൻ്റെ പേരാണ് റിലക്റ്റൻസ്. ഇത് എന്താണ്? ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ ഈക്വലാണ്. ഈ റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ്സ് ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ. അവിടെ റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താണ്? ലോസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ഉണ്ടാക്കിയ മെറ്റീരിയൽ, പിന്നെ അതിൻ്റെ ലെങ്ത്ത്, ക്രോസ് സെക്ഷൻ ഏരിയ, അല്ലേ? റോ ഇൻറ്റു L/A എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷനൊക്കെ നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഇവിടെയും അതുപോലെ റിലക്റ്റൻസ്, മാഗ്നറ്റിക് സർക്യൂട്ടിൽ റിലക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്ത്ത്, ക്രോസ് സെക്ഷൻ ഏരിയ, അതുപോലെ പെർമിയബിലിറ്റി. ഈ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റിലക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ, അവിടെ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ റോ ഇൻറ്റു L/A എന്നുള്ള രീതിയിലാണ്. ഇവിടെയും L/A ആണ്, പക്ഷെ റോക്ക് പകരം μ0 ഇൻറ്റു μr പെർമിയബിലിറ്റിയാണ്. അതാണ് വ്യത്യാസം. ഇവിടെ റിലക്റ്റൻസ് S is equal to L/μ0 ഇൻറ്റു μr ഡിവൈഡ് ബൈ A, അല്ലെങ്കിൽ μ ഇൻറ്റു A. എന്താണ്? പെർമിയബിലിറ്റി ഡിവൈഡ് ബൈ, അല്ലെ, ലെങ്ത്ത് ഡിവൈഡ് ബൈ പെർമിയബിലിറ്റി ഇൻറ്റു ഏരിയ. എസ് കാണാനുള്ള ഇക്വേഷൻ L ഡിവൈഡ് ബൈ μ0 ഇൻറ്റു μr ഇൻറ്റു A.
വേർ എസ് ഇസ് ഈക്വൽ ടു റിലക്റ്റൻസ് ആണ്. റിലക്റ്റൻസിൻ്റെ പിന്നെ സൂചിപ്പിക്കുന്ന ലെറ്റർ എസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ലെങ്ത്ത് എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി മാഗ്നറ്റിക് പാത്ത് ഇൻ മീറ്റേഴ്സ്. μ0 എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. μr എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. പിന്നെ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദി മാഗ്നറ്റിക് മെറ്റീരിയൽ എ ഏരിയ. റിലക്റ്റൻസിനെ നമുക്ക് റെസിസ്റ്റൻസിന് നമ്മൾ ആർ ഈക്വൽ ടു വി ബൈ ഐ അല്ലേ, MMF ഡിവൈഡ് ബൈ പിന്നെ കറണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുപോലെ റിലക്റ്റൻസ് നമുക്കിവിടെ പിന്നെ അവിടെ EMFന് പകരം ഇവിടെ MMF ആയിരിക്കും, അവിടെ കറണ്ടിന് പകരം ഇവിടെ ഫ്ലക്സ് ആയിരിക്കും. റിലക്റ്റൻസ് ഈക്വൽ ടു MMF ഡിവൈഡ് ബൈ ഫ്ലക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് ഇത് പ്രകാരമാണ് പറയാം. റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് MMFൻ്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് ആണ്, ഫ്ലക്സിൻ്റെ വെബർ. അപ്പോൾ ആംബിയർ ടേൺസ് ഡിവൈഡ് ബൈ വെബർ. യൂണിറ്റ് ഓഫ് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് പെർ വെബർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതും ഓർത്ത് വെക്കുക. MMF ഡിവൈഡ് ബൈ ഫ്ലക്സ് ആണ് MMFൻ്റെ യൂണിറ്റ്. ആംബിയർ ടേൺസ് ഡിവൈഡ് ബൈ അല്ലേ പെർ വെബർ. വെബർ എന്ന് പറഞ്ഞത് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഇങ്ങനെ റിലക്റ്റൻസിന് റെസിസ്റ്റൻസിന് ഈക്വലാണ് ഇലക്ട്രിക് സർക്യൂട്ടിൽ. ഇനി പെർമിയൻസ് കണ്ടക്ടൻസിന് ഈക്വലാണ്. പിന്നെ നമ്മളവിടെ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ അല്ലേ, 1 ബൈ റെസിസ്റ്റൻസ് എന്ന്. ഇവിടെ അതേപോലെ പെർമിയൻസ് ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. റിലക്റ്റൻസിൻ്റെ നേരെ വിപരീതമാണ് കാണാനുള്ളത്. 1 ബൈ റിലക്റ്റൻസ് 1 ബൈ എൽ ബൈ μ0 ഇൻറ്റു μr ഇൻറ്റു എ. അതിന് ഇത് അടിയിലായതുകൊണ്ട് ഇത് മുകളിലോട്ട് പോകും. μ0 ഇൻറ്റു μr എ ഡിവൈഡ് ബൈ എൽ എന്നാണ് പെർമിയൻസ് കാണാനുള്ള ഇക്വേഷൻ. ഈ പെർമിയൻസ് എന്ന് പറഞ്ഞത് എന്താണ്, ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ കണ്ടക്റ്റൻസിന് കറസ്പോണ്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് അവസാനമായിട്ട് പറയാനുള്ള മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ് എച്ച്. അത് നമ്മൾ അവിടെ എന്താണ് പിന്നെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് പ്രൊപ്പോർഷണലായിരിക്കും പിന്നെ ഫ്ലക്സ് ഡെൻസിറ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കുറേ പേരിൽ ഇത് അറിയപ്പെടേണ്ടത് ഒന്ന് മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. മാഗ്നറ്റൈസിങ് ഫോഴ്സിനെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഇങ്ങനെ പല വിധത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ദി സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് അറൗണ്ട് എ മാഗ്നറ്റിക് ഈസ് നോൺ ആസ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. പിന്നെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റിക്കിന് ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നു. ഒരു മാഗ്നറ്റിനെ ഇതാണ് ഇപ്പോൾ ഒരു ചുറ്റുണ്ടാക്കി അതിലൂടെ കറണ്ട് കടത്തി വിട്ട ഒരു മാഗ്നറ്റ് ഉണ്ടാവും. ആ മാഗ്നറ്റിൻ്റെ ചുറ്റും പിന്നെ പ്രൊഡ്യൂസ് ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് അതിനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുക. ഇത് കണ്ടുപിടിക്കാൻ കൺസിഡർ എ കോയിൽ ഹാവിങ് n നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. നമ്പർ ഓഫ് ടേൺസ് n ആണ്. വൗണ്ട് ഓൺ എ ഹോളോ ഉള്ളിൽ പൊള്ളയായ ഒരു ഹോളോ സിലിണ്ടറിൻ്റെ മുകളിൽ ചുറ്റിയതാണ് മെറ്റീരിയൽ. ലെങ്ത്ത് എല്ലാണ്, അതിൻ്റെ ലെങ്ത്ത് എല്ലാണ്. കറണ്ട് ഐ കറണ്ട് നമ്മളിതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ then the magnetizing force കാണാനുള്ള ഇക്വേഷൻ H is equal to MMF ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് കോയിൽ. MMF എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, N ഇൻറ്റു I അല്ലേ, നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് അല്ലേ, നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് അതായിരുന്നു MMF. ഇവിടെ നോക്കുക, H കാണാനുള്ള MMF ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് കോയിൽ. അപ്പോൾ MMF കാണാനുള്ള ഇക്വേഷൻ N ഇൻറ്റു I ഡിവൈഡ് ബൈ ലെങ്ത് അതാണ് MMF. പിന്നെ മാഗ്നറ്റൈസിങ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ അതിൻ്റെ യൂണിറ്റ് ആംബിയർ എന്താണ്, MMFൻ്റെ യൂണിറ്റ് ആംബിയർ ടേൺസ്, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. അപ്പോൾ ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണ് യൂണിറ്റ്, അല്ലെങ്കിൽ ഒയേഴ്സ്റ്റഡ് അതും മാഗ്നറ്റൈസിങ് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. എപ്പോഴും ചോദിക്കാറുള്ളത് ആംബിയർ ടേൺസ് പെർ മീറ്റർ എന്നുള്ളതാണ്. പിന്നെ ഒയേഴ്സ്റ്റഡ് ഇങ്ങനെ പിന്നെ യൂണിറ്റുകൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് യൂണിറ്റ് ആംബിയർ ടേൺസ് എന്നാണ്. MMFൻ്റെ യൂണിറ്റാണ് ആംബിയർ ടേൺസ്. മീറ്ററിൻ്റെ അല്ലേ പിന്നെ ലെങ്ത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ. അപ്പോൾ ആംബിയർ ടേൺസ് പെർ മീറ്റർ ഓർ ഒയേഴ്സ്റ്റഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് മാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ മാഗ്നറ്റിക് ടേംസ്, മാഗ്നറ്റിക് സർക്യൂട്ടിലെ മാഗ്നറ്റിക് ടേംസ് MMF, റിലക്റ്റൻസ്, ഫ്ലക്സ്, ഫീൽഡ് സ്ട്രെങ്ത്ത്, ഫ്ലക്സ് ഡെൻസിറ്റി, പെർമിയബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സാമിന് കുറേ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള സ്ഥലവുമാണ്. അപ്പോൾ എല്ലാവരും കേട്ട് പിന്നെ മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.